ഒന്ന് രാജാക്കന്മാർ അധ്യായം 16. ഏല. യൂദാ രാജാവ് ആസായുടെ 26-ാം ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി. അവൻ 2 വർഷം വാണു. എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി. തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു. സിമ്രി അകത്തു കടന്ന് അവനെ വധിച്ചു. അവൻ രാജാവായി. യൂദാ രാജാവായ ആസായുടെ 27-ാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത്. രാജാവായ ഉടനെ അവൻ ബാഷാ ഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി. ബാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല. യേഹൂ പ്രവാചകൻ വഴി ബാഷായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിമ്രി നശിപ്പിച്ചു. വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ബാഷായും മകൻ ഏലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ.